ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. കോയമ്പത്തൂരെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ കൂടെ ഉള്ളത് OTAT തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് അനുശ്രീയാണ്. മലപ്പുറംകാരിയാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അനുശ്രീ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, ചേച്ചി, അനിയൻ. അല്ലേ. ആദിത്യനെ പറ്റിയിട്ട് എങ്ങനെയാണ് കേൾക്കുന്നത്? ഞാൻ ഏജന്റ് ത്രൂ ആണ്. കോളേജിൽ വന്നിട്ടാണോ അഡ്മിഷൻ എടുത്തത്? അതെ, കോളേജിൽ വന്നിട്ടാണ് അഡ്മിഷൻ. കോളേജ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. നിങ്ങൾക്ക് കോളേജ് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ആയിട്ടൊരു ക്യാമ്പസ് കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ എന്താ പ്രോഗ്രാം ഒക്കെ നടക്കുമായിരുന്നു. അതിന്റെ കോർഡിനേറ്റർ ആണെന്ന് എന്നോട് പറഞ്ഞു. എന്തൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണോ? പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ. ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോളേജാണല്ലേ? ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് OTAT കോഴ്സ് പഠിക്കാനൊക്കെ? കോഴ്സ് മെഡിക്കൽ കോഴ്സ് ആണല്ലോ. ആസ് യൂഷ്വൽ കുറച്ച് പഠിക്കണം. പിന്നെ എല്ലാ ഫസ്റ്റ് ഇയറിൽ കോമൺ ആയിട്ട് അനാട്ടമി ഫിസിയോളജി ഉണ്ടായിരിക്കും. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിരിക്കും സബ്ജക്ട് ഉണ്ടായിരിക്കും. എനിക്ക് അനസ്തേഷ്യയാണ് സ്പെഷ്യലായിട്ട് പഠിക്കാനുള്ളത്. ഇന്റേൺഷിപ്പ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിലേക്ക് തന്നെ ഇത് കൊടുക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഇയർ മാത്രമല്ല 3 ഇയറും പോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ 4th ഇയറിൽ കംപ്ലീറ്റ് ഇന്റേൺഷിപ്പ് ആയിട്ട് കൊടുക്കും. അതാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് പോയിന്റ് ഇവിടെ. അപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസിൽ ഫസ്റ്റ് കോമൺ ആണ് നിങ്ങളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് പഠിപ്പിക്കാൻ OTAT? ഫാക്കൽറ്റീസ് ഒക്കെ നല്ല, എന്താ പറയുക, നമുക്ക് മലയാളി സ്റ്റുഡൻസാണ് ഇവിടെ 80% വരുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പം മലയാളി സ്റ്റുഡൻസിനും തമിഴ് സ്റ്റുഡൻസിനും കൺവീനിയൻ്റ് ആയ രീതിക്കാണ് അവർ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ധൈര്യമായിട്ട് ചോദിക്കാം. എല്ലാം പറഞ്ഞു തരുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, മലയാളി സ്റ്റുഡൻസിനും തമിഴ് സ്റ്റുഡൻസിനും വേണ്ടി ആ കൺവീനിയൻ്റ് ആയ രീതിക്കാണ് ഫുഡും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കേരള റൈസും തമിഴ്നാട് റൈസും എല്ലാം ഉണ്ട്. നമുക്ക് ഫുഡിനൊന്നും യാതൊരു ഇതും വരുന്നില്ല. ഇനി എന്തെങ്കിലും ഫുഡിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സ് ചേഞ്ച് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ വേറെ കോളേജൊന്നും കേട്ടിട്ടില്ല. അപ്പം അത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ് ആദ്യത്തേക്ക് അത്രയും കൂടുതൽ മലയാളികൾ ഇവിടെ വന്ന് പഠിക്കുന്നത് അല്ലേ? പിന്നെ എങ്ങനെ എപ്പോഴൊക്കെയാണ് വീട്ടിൽ പോകുന്നത്? വീട്ടിൽ സമ്മർ വെക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ട്രഡീഷണൽ ഇവൻസിലൊക്കെ വെക്കേഷൻ ലീവ് തരുന്നുണ്ട്. ഇപ്പോൾ റൂമിലല്ലേ ഇവിടെ ഇൻസൈഡ് ക്യാമ്പസ് നമുക്ക് ബോയ്സിനും ഗേൾസിനും റൂംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹോസ്റ്റല് റൂമിൽ എത്ര പേരാ വരുന്നത്? ഞാൻ ഡോർമെട്രിയിലാണ്. അവിടെ ഒരു 8 members ഉണ്ടായിരിക്കും. റൂമൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇപ്പം കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്റ്റല്. നമുക്ക് സാധാരണ ഡോർമെട്രി എന്ന് പറയുമ്പോൾ അത്രയും പേര് കാരണം കൺജസ്റ്റഡ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതിൽ ഹാപ്പിയാണ്. ഇപ്പൊ ഡോർമെട്രി എന്ന് പറഞ്ഞാലും സ്റ്റുഡൻസിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം അവർക്ക് അത്രയും സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? OTAT എടുത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ സ്റ്റുഡൻസാണ്. OTAT കോഴ്സിന് വരുന്ന എൻക്വയറി എന്നൊക്കെ പറഞ്ഞ സ്റ്റുഡൻസ് കുറേ പേര് ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് ഇനി വരുന്ന സ്റ്റുഡൻസിന്? കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്നില്ല, ഫുള്ള് ഡ്രഗ്സ് ആയിട്ടുള്ളൊരു ഡീലിങ്സ് ആണ് വരുന്നത്. നമുക്ക് ഒരിക്കലും മെഡിക്കൽ ഫീൽഡിലെ സ്കോപ്പ് ഒരിക്കലും കുറഞ്ഞു വരില്ല, അതെപ്പോഴും കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ വർക്ക് വരുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ എല്ലാ കാലത്തും ഇനി വരുന്ന കാലങ്ങളിൽ അതിനുള്ള സ്കോപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. നല്ലൊരു കോഴ്സാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പോസ്റ്റിങ്ങിനൊക്കെ പോയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു കോഴ്സാണ്. കോളേജ് തരുന്ന ഒരു ട്രെയിനിങ്ങും ഫെസിലിറ്റീസും എല്ലാം കൊണ്ടും നല്ലൊരു കോഴ്സാണ്. അപ്പോൾ ആളെ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിലും മെസ് ആണെങ്കിലും ഹോസ്റ്റൽ ആണെന്നുണ്ടെങ്കിലും 100% സാറ്റിസ്ഫൈഡ് ആണ്. സോ നമ്മളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാടധികം താങ്ക്സ് കേട്ടോ. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.